നമസ്കാരം, സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്ന വിഷയം, ഇപ്പോൾ ലക്ഷദ്വീപിൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ, ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഒരു കാലത്ത് നിരന്തരമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ലക്ഷദ്വീപ്. അവിടെ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമ മാറ്റങ്ങൾ, പുതിയ ചട്ടങ്ങൾ എന്നിവ. ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ, അതിൻ്റെ ഒരു പാരമ്പര്യത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് പ്രഫുൽ ഖോഡ പട്ടേലിനെ വെച്ചുകൊണ്ട് BJP സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനം വളരെ ശക്തമായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലക്ഷദ്വീപിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കുന്നു. നരേന്ദ്രമോദി, നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ മാലിദ്വീപുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ലക്ഷദ്വീപിൽ പോയി അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടതാണ്. ലക്ഷദ്വീപിനെ പുതിയ ഒരു മാലിദ്വീപാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ പോകുന്നു, അതിൻ്റെ ഇനിയും ഉപയോഗിക്കപ്പെടാത്ത ടൂറിസം സാധ്യതകളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ പോവുകയാണെന്ന് കേട്ടതാണ്. ഇപ്പോൾ അവിടെ ആളുകളുടെ കയ്യിൽ സർക്കാർ ലീസിന് കൊടുത്തിരുന്ന ഭൂമി, ആ ഭൂമി തിരിച്ചെടുക്കാൻ വളരെ വേഗത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ പണ്ടാര ഭൂമി എന്ന് പറയുന്ന ഗവൺമെൻറ് വാദം, അത് സാറുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയല്ല, അത് റവന്യൂ ലാൻഡാണ്. അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയും, മറ്റ് വ്യവസ്ഥകളൊന്നുമില്ല, ആളുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനൊന്നും കഴിയില്ലെന്നാണ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം. 10 ദിവസത്തിനകത്ത് എല്ലാവരും അവരുടെ ഭൂമിയുടെ രേഖകൾ കൊണ്ടുവരും, അത് പരിശോധിച്ച ശേഷം ഇത് വേഗത്തിൽ തിരിച്ചെടുക്കാനും മറ്റേ വികസന നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഭയങ്കര ആശങ്ക അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളുടെ ഭൂമി വലിയ തോതിൽ നഷ്ടപ്പെടാൻ, കെട്ടിടങ്ങളടക്കം പൊളിച്ചു നീക്കേണ്ട സാഹചര്യത്തിലേക്ക് ലക്ഷദ്വീപ് പോകും. വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു നാട് ഇவ்விധം കലുഷിതമായി മാറുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു നാട്ടിൽ സർക്കാർ എന്താ പറയുന്നത്, വികസനത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും സാധ്യതകൾ തേടേണ്ടത്? പല ചോദ്യങ്ങളുണ്ട്, അതിനകത്ത് എന്തുമാത്രം രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. വൻകിട കോർപ്പറേറ്റുകൾക്ക് ലക്ഷദ്വീപിനെ വിറ്റ് തുലയ്ക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണോ? അങ്ങനെ പല ആശങ്കകൾ അതിനകത്തുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. നാസർക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്ന്? ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഈ മോദി സർക്കാർ വന്ന ശേഷം പ്രഖ്യാപിച്ച ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഭൂമി മുഴുവൻ ഏതാണ്ട് ജനങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ട് ഈ കോർപ്പറേറ്റ് ടൂറിസം സംഭവങ്ങൾ അനുബന്ധിച്ചിട്ടുള്ള ഈ മാസ്റ്റർ പ്ലാനും സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു തന്നെ. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷന് ശേഷമുള്ള അവരുടെ ഈ BJP സ്ഥാനാർത്ഥി തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, പിന്നെ സാധ്യത ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന, ഈ സമയത്തും BJPയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിരുന്ന NCPക്കും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവരും തോറ്റു. തന്നെയുമല്ല, ഇത് ഒരു ഉറച്ച രാഷ്ട്രീയം അവിടെ ഈ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ ലക്ഷദ്വീപിൻ്റെ ഉറച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു കോൺഗ്രസ് രാഷ്ട്രീയമായിരുന്നു. ഒരുപാട് കാലം കോൺഗ്രസ്സുകാരനായ PM സയ്യിദ് ആയിരുന്നു അവിടുത്തെ MP, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന വലിയൊരു കോൺഗ്രസ് നേതാവായിരുന്നു. അപ്പോൾ PM സയ്യിദിൻ്റെ മകൻ തന്നെയാണ് ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ലക്ഷദ്വീപിലെ ജനവും അവിടുത്തെ ജനാഭിപ്രായവും മൊത്തത്തിൽ അങ്ങോട്ട് പോയതിനുള്ള ഒരു പകരം വീട്ടൽ കൂടിയാണ് ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നേരത്തെ കണ്ട ഈ ഖോഡ പട്ടേൽ വന്നിട്ട് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഈ ആളുകളോടുള്ള വാശി തീർക്കൽ എന്നുള്ളൊരു സാധനം മാത്രമല്ല, അതിന് അപ്പുറത്തേക്ക് കടന്നിട്ട് ഇപ്പോൾ കുറച്ച് ഇതായ നടപടിയാണെന്ന് തന്നെ തോന്നുന്നത്. അവർക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ആളുകളെ ഒഴിച്ചെടുത്തിട്ട് ഭൂമി സർക്കാരിൻ്റെ കൈവശം വെക്കാൻ വേണ്ടി എടുത്ത്. പക്ഷേ അത് അത്ര എളുപ്പമല്ല എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒന്നാമത് ഈ പണ്ടാരം വക എന്ന് പറഞ്ഞ പ്രയോഗം ഈ കേരളത്തിൻ്റെ 3 ഖണ്ഡങ്ങളിലും അതുണ്ട്. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും പണ്ടാരം വക ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ മലബാറിൽ പിന്നെയും കുറവാണ്, കാരണം നേരത്തെ 1792 മുതൽ തന്നെ മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രയോഗങ്ങളിലൊക്കെ മാറ്റമുണ്ടെങ്കിലും ഈ കൊച്ചിയിലും തിരുവിതാംകൂറും അത് പണ്ടാരം വക എന്ന് തന്നെയാണ്. പണ്ടാരം വക ഭൂമി എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഭൂമി എന്ന് തന്നെയാണ് അർത്ഥം, പണ്ടാരത്തിലേക്ക് അടക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ കേരളത്തിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് കേസുകളിൽ, ഇപ്പോൾ കൊച്ചി തിരുവിതാംകൂറും ഒക്കെ ചേർന്ന് കേരളത്തിൻ്റെ ഭാഗമായതിനു ശേഷം വന്ന ഒരുപാട് കേസുകളിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ രേഖകൾ, ഈ കേസുകൾ തപ്പി നോക്കിയാൽ ഭയങ്കര രസകരമായിട്ട് കാണും. ഇപ്പോൾ പലരും ഈ സർക്കാരും ഈ ഇതുമായിട്ട് നടന്നിട്ടുള്ള പല വ്യക്തികളും സർക്കാരും തമ്മിൽ നടന്നിട്ടുള്ള പല കേസുകളുടെയും അടിസ്ഥാനത്തിൽ പലപ്പോഴും വന്നിട്ടുള്ളത് ഈ പണ്ടാരം വക ഭൂമി എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റായി കണക്കാക്കണമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അത് ആദ്യം തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളത്, കൃഷിഭൂമിയാണ്. പിന്നീട് വന്നിട്ട് അവിടുത്തെ അത് കൃഷി കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഈ വ്യക്തി മാത്രമല്ല, വൻതോതിൽ കൃഷി ചെയ്യുമ്പോൾ, നാണ്യവിളയൊക്കെ വൻതോതിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടം സർക്കാരിനും രാജ്യത്തിന് തന്നെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ തന്നെ അത് കൃഷിഭൂമിയായി കണക്കാക്കണം എന്നല്ല, എസ്റ്റേറ്റായി കണക്കാക്കണമെന്ന് തന്നെയാണ്. പണ്ടാരം വക ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെയും അത് എസ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലെടുക്കണമെന്ന് പലപ്പോഴും കോടതി വിധിയിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന്
പിന്നെ ഈ നമ്മുടെ ഇതിൻ്റെ പിന്നെ ലക്ഷദ്വീപിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ 2019 ഒരു നിയമനിർമ്മാണത്തോട് കൂടിയിട്ട് ഇത് പണ്ടാരംഭാഗ ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ അത് കൈവശക്കാരൻ്റെ അത് എല്ലാവിധ അവകാശവും ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളൊക്കെ അതുമുണ്ട്. അങ്ങനത്തെ ഒരു നിയമനിർമ്മാണത്തിന് ഒരിക്കൽ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കെ ഇത് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ആദ്യം ഈ ഭൂമിയെ ആദ്യമായിട്ട് തന്നെ ഭൂമിയിലും രേഖകളിലൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ റവന്യൂ രേഖകളിലും സർക്കാർ ഭൂമിയിലൊക്കെ രേഖകളിലൊക്കെ ഇത് വരാൻ തുടങ്ങുന്നത് നമ്മുടെ കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിൻ്റെ കൈവശം ഇതായതിൻ്റെ ശേഷമാണല്ലോ. അറക്കൽ കുടുംബത്തിൻ്റെ നേരിട്ടുള്ള അവകാശത്തിൻ്റെ കീഴിലും അവരുടെ ജന്മാവകാശത്തിൻ്റെ കീഴിൽ വന്നതിന് ശേഷം അതിനുശേഷം അവരുടെ കയ്യിൽ ബ്രിട്ടീഷുകാരുടെ അടുത്ത് കിട്ടുകയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാകുകയും ചെയ്തതിന് ശേഷം ഒരുപാട് കാലമായിട്ട് ഇതൊക്കെ കിടന്നിരുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടായിരുന്നു. കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗം എന്ന നിലക്കാണ് റവന്യൂ സംഗതികളും സംഭവത്തിലൊക്കെ ഏതാണ്ട് ആ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഇത് കേസിന് പോവുകയാണെങ്കിൽ ഈ മലബാർ നിയമങ്ങളും കേരള നിയമങ്ങളും ഒക്കെ അതിൽ ഈ ഭൂമിയിൽ ഇനിയും അങ്ങനെ പിന്നോട്ട് കേസിന് പോവുകയാണെങ്കിൽ ഈ ഭൂമി സംബന്ധിച്ചിട്ട് ഇത്തരം രേഖകളൊക്കെയും ഇത്തരം ഈ അവകാശവാദങ്ങളും സംഗതികളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അങ്ങനെ ഒരൊറ്റ എന്താ പറയുക ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവ് കൊണ്ട് ഒരു ദിവസം രാത്രി തന്നെ അങ്ങോട്ട് ഒഴിപ്പിച്ചു പോകാൻ പറ്റും തോന്നില്ല. ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വീടുകൾ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കൃഷിഭൂമിയാണ് എന്ന് പറഞ്ഞ് കൊടുത്തത് കാരണം കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന പേരിലാണ്. ഏതാണ്ട് 2023 ഫെബ്രുവരി മുതൽ തന്നെ ഇങ്ങോട്ട് വീടുകൾ ഒഴിപ്പിക്കലും പൊളിപ്പിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ പലതും കേസിലാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇത് കോടതിയിൽ പോയാൽ നിലനിൽക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം മാത്രം. പക്ഷേ അതിൻ്റെ അപ്പോൾ നിയമപരമായ ഒരു സങ്കീർണതയിലേക്ക് അത് പോകുന്നതാണ്. ദൗസാവിനെന്ന് തോന്നി ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ കാര്യം എടുത്തതിൻ്റെ ജനസംഖ്യാപരമായ സവിശേഷതയാണ് നമുക്കറിയാവുന്നതാണ്. അത് അത്തരം സ്ഥലങ്ങളിൽ ഒരു സംഘഭരണകൂടം സാധാരണ നിലയ്ക്ക് നടത്തുന്ന സംഗതികളുടെ ഒരു തുടർച്ച, അതോ ഇപ്പോൾ കശ്മീരിലെ 370 കാണുന്നല്ലോ, അവിടെ ടൂറിസത്തിൻ്റെ സാധ്യതകളെന്ന പേരിൽ സർക്കാർ എങ്ങനെയാണ് കോർപ്പറേറ്റുകൾക്ക് വാതിൽ തുറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയും ഇപ്പോൾ ആദ്യത്തെ ഒരു വൻകിട ഹോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു വൻകിട കോർപ്പറേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധ്യതയുള്ള സ്ഥലങ്ങളെ കോർപ്പറേറ്റുകൾക്ക് കൂടി ഒരു പറ്റിയ സ്ഥലമാക്കി മാറ്റുക എന്നുള്ള ഒരു ബിസിനസ് പ്രോജക്റ്റിൻ്റെ ഭാഗം കൂടിയാണിത്. അതോ നിഷാദ് ഇതിനകത്ത് ബിസിനസ്സുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, പല ഘടകങ്ങളും ഒരു കണക്കിന് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് വരെയുള്ള സങ്കീർണമായൊരു സംഗതിയാണ്. ഇതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രേക്ഷകർക്ക് കൂടെ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ടാരഭൂമി എന്ന് പറയുന്ന ഇത് അവിടുത്തെ ആളുകൾക്ക് ലീസിന് കൊടുത്ത ഭൂമി എന്ന് പറയുമ്പോൾ എന്തോ ഇന്ത്യൻ സർക്കാർ ലീസിന് കൊടുത്ത ഭൂമിയല്ല. 1800കൾ മുതൽ ഈ മനുഷ്യർ കൈവശം വെച്ച് പോരുന്ന ഭൂമിയാണ്. അർക്കൽ രാജവംശത്തിൻ്റെ കാലത്ത് തുടങ്ങിയ പരിപാടിയാണത്. ഈ പണ്ടാരം ഭൂമി എന്ന് പറയുന്ന ഭൂമിയിലാണ് അവർ ഇത്രയും കാലം വീട് വെച്ചിരിക്കുന്നത്. അവിടെയാണ് അവർ താമസിച്ചു പോകുന്നത്. അവിടെ വീട്ടു നമ്പറുണ്ട്, അവിടെ കറണ്ട് കണക്ഷനുണ്ട്, നികുതി അടക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ 60% പണ്ടാരഭൂമിയാണ്. എടുത്താൽ പിന്നെ ബാക്കി എന്താണ്? ഇതൊരു സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് ചെല്ലാൻ പറ്റില്ല. ഇത് നോക്ക്, ഇത് മനസ്സിലാവില്ല. പണ്ടാരഭൂമി എന്ന് പറയുന്നത് 60% പണ്ടാരഭൂമിയാണ് ഒരു വശത്തത്. മറുവശത്ത് അതേക്കാൾ സങ്കീർണമായ മറ്റൊരു കണക്കുണ്ട്. നമ്മുടെ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഒരു ചതുരശ്ര കിലോമീറ്ററിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്ന് പറയുന്നത് 382 ആളുകളാണ്. ലക്ഷദ്വീപിൽ എത്രയാണെന്നറിയോ? 2146 ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടുത്തെ സാന്ദ്രത? വളരെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഭൂമിയാണ്. വളരെ ചുരുങ്ങിയ ഭൂമിയിൽ ധാരാളം ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് അതായത് ചതുരശ്ര കിലോമീറ്ററിന് 2146 ആളുകൾ താമസിക്കുന്ന ആ പ്രദേശത്തെ 60% ഭൂമിയാണ് അത് നിങ്ങളുടേതല്ല, അത് ഞങ്ങൾ പിടിച്ചടക്കുകയാണെന്ന് പറഞ്ഞ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇത് ചുമ്മാ ഒരു ഉത്തരവ് മാത്രമല്ല, ഇത് 3 വർഷം മുമ്പ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ പല പ്രൊജക്റ്റുകളുടെ പേരിൽ, റോഡുകളുടെ പേരിൽ കടകൾ പൊളിച്ച, വീടുകൾ പൊളിച്ച ഈ യോഗി ആദിത്യനാഥ് ഒക്കെ ബുൾഡോസർ രാജ്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് ലക്ഷദ്വീപിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രഫുൽ കോട പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ. അതിന് ഡസൻ കണക്കിന് കേസുകൾ അത് സംബന്ധമായി കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതിലൊരു തമാശയുണ്ട്. ഈ ബുൾഡോസർ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്, ഇപ്പോൾ ഒരാൾ നിഷാദിൻ്റെ ഒരു വീട് നിൽക്കുകയാണ്. നിഷാദിന് നോട്ടീസ് വരികയാണ്, ഞങ്ങളിത് പൊളിക്കാൻ പോവുകയാണ്. എപ്പോഴാണ് നോട്ടീസ് കിട്ടുമെന്നറിയോ? വെള്ളിയാഴ്ച വൈകുന്നേരം. എന്തിനാ അറിയോ? ശനിയാഴ്ചയും ഞായറാഴ്ചയും കോടതി അവധിയാണ്. അവിടെ സാധാരണഗതിയിൽ ഒരു കാര്യമാണ്, കോടതിയിൽ കേസുകളൊന്നും ഇല്ലാത്ത, കോടതിയിൽ കേസില്ലാത്ത, ജയിലിൽ അന്തേവാസികളില്ലാത്ത, പോലീസ് സ്റ്റേഷനിൽ കേസില്ലാത്ത ഒരു പ്രദേശമാണത്. അപ്പോൾ അവിടെ ഇങ്ങനെ വൈകുന്നേരം നോട്ടീസ് കൊടുക്കുന്നു, ശനിയാഴ്ച പൊളിക്കുന്നു. ഇങ്ങനെ ഡസൻ കണക്കിന് പൊളിക്കൽ അവിടെ നടന്നു കഴിഞ്ഞു. വഴിയാധാരമായ, ജോലി നഷ്ടപ്പെട്ട, വീട് പൊളിക്കുന്നത് കണ്ടിട്ട്
ബോധം കെട്ട് വീണ ഉമ്മമാർ ധാരാളം അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലൊന്നും വാർത്തയാകാത്ത കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന 60% വരുന്ന പണ്ടാരഭൂമി ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന ഇത് വരുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ, ഈ പറയുന്ന പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന അമിത്ഷായുടെ ഇഷ്ടക്കാരൻ അവിടെ അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷം ഈ നിലക്കുള്ള നിരന്തരമായിട്ടുള്ള നടപടികൾ, ഭരണപരമായിട്ടുള്ള നടപടികൾ, സ്കൂളിൽ നോൺ വെജിറ്റേറിയൻ നിഷേധിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷദ്വീപിൻ്റെ സംസ്കാരത്തിനും അവരുടെ ജീവിത രീതിക്കും വിരുദ്ധമായിട്ടുള്ള നടപടികൾ അടിച്ചേൽപ്പിക്കുന്ന സംഗതികൾ ഇങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ശാന്തമായൊരിടമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ക്രൈം റേറ്റ് ഏറ്റവും കുറഞ്ഞൊരിടമാണത്. ഞാൻ പറഞ്ഞു, ജയിലിൽ അന്തേവാസികളില്ലാത്തൊരു സ്ഥലമാണത്. കേസുകളില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സ്ഥലമാണത്. വാതിലുകൾ അടക്കാതെ ആളുകൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു പ്രദേശമാണത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് അവരവിടെ പോയി കുഴപ്പമുണ്ടാകുന്നത് ചോദിച്ചാൽ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇന്ത്യയിൽ RSSും സംഘ് പരിവാർ മൊത്തത്തിൽ നിരന്തരമായി പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. എന്താ അറിയോ? ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ അവിടെ കുഴപ്പമായിരിക്കും, അവർ വിഘടനവാദം ഉന്നയിക്കും. അത് നമ്മൾ കാണും. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ 99.99% മുസ്ലിങ്ങളുടെ പ്രദേശമാണ്. ജിയോഗ്രഫിക്കലി നമ്മുടെ മെയിൻലാൻഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ ഒരു വിഘടനവാദമില്ല. അവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ആശയമുണ്ടല്ലോ, ഈ സംഘ് പരിവാർ സൈബർ അണികൾ മാത്രം പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ നിരന്തരമായി ഈ പ്രസ്താവന നടത്തിയിട്ടുള്ള ആളുകളാണ്. വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി പ്രസ്താവന നടത്തുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു, മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു തെസീസ് എന്താ അറിയോ? ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ 40% കഴിഞ്ഞാൽ ആ പ്രദേശം കുഴപ്പത്തിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ ലക്ഷദ്വീപിൻ്റെ സാന്നിധ്യം ഇവരുടെ ഈ തെസീസിനെതിരാണ്. അവിടെ വിഘടനവാദമില്ല, അവിടെ കുഴപ്പമില്ല, അവിടെ ക്രൈം റേറ്റ് കുറവാണ്, കേസുകളില്ല എന്ന് മാത്രമല്ല ഏറ്റവും ശാന്തമായ പ്രദേശം നിൽക്കുന്നു. ആ 40% അവിടെ 99.95%. അപ്പം അങ്ങനെ ഒരു പ്രദേശം കുഴപ്പത്തിലാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് അവർ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പത്തിലാക്കിയാൽ എന്താ ഗുണം? കുഴപ്പത്തിലാക്കി കഴിഞ്ഞാൽ മനുഷ്യരുടെ അളമുട്ടിയാൽ എന്താണ് ചേരയും കടിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയാൽ മനുഷ്യർ പ്രതിഷേധിക്കും. സ്വാഭാവികമായി വേദനിക്കുന്ന മനുഷ്യർ പ്രതിഷേധിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്രസേന അയക്കാൻ പറ്റും. സൈന്യത്തിൻ്റെ കൻ്റോൺമെൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. കൻ്റോൺമെൻറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇതൊരു മിലിറ്ററൈസ്ഡ് സോണാക്കി മാറ്റാൻ സാധിക്കും. ഒടുവിൽ ലക്ഷദ്വീപിൻ്റെ ഡെമോഗ്രാഫിക് പാറ്റേൺ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് നിസ്സാര കളിയല്ല, ഇത് ദീർഘകാല ആസൂത്രണത്തോടുള്ള പദ്ധതിയാണ്. ലക്ഷദ്വീപിൻ്റെ ഡെമോഗ്രാഫിക് പാറ്റേൺ മാറ്റുക എന്നത് ഇതിലൊരു ലക്ഷ്യമാണ്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇതൊരു മിലിറ്ററൈസ്ഡ് സോണാക്കി മാറ്റുക എന്നതിൻ്റെ ലക്ഷ്യമാണ്. ഇതാണ് ഇതിൻ്റെ രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ വികസനവുമായി ബന്ധം ഇപ്പോൾ 36,000 കോടി രൂപയുടെ വികസനം അവിടെ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതേക്കുറിച്ച് പറയുന്നത് ഇപ്പം തൊട്ടടുത്ത് കിടക്കുന്ന മാലിദ്വീപ്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ലക്ഷദ്വീപ് ഇന്ത്യയിൽ നിന്ന് ജിയോഗ്രാഫിക്കലി ഡിറ്റാച്ച്ഡ് ആണെന്ന് മാത്രമല്ല, ഇന്ത്യയേക്കാൾ അവർക്ക് അടുത്ത ഏത് രാജ്യമെന്ന് അറിയോ? മാലിദ്വീപാണ്. അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. എന്നിട്ട് പോലും അവിടെ വിഘടനവാദത്തിൻ്റെ ശബ്ദം ഉണ്ടായില്ലെന്ന് കാണാം. അപ്പോൾ മാലിദ്വീപ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനാണ്, ഒരു വെഡിങ് ഡെസ്റ്റിനേഷൻ, ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ്. മാലിദ്വീപിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ഫീച്ചേഴ്സ് സെയിം ആണ്. അപ്പം മാലിദ്വീപുകാർ അവരുടെ ഈ ലഗൂൺസും ബീച്ചും വെച്ച് ഇത്രയും ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ വൈ കാൻ വി എന്നൊരു ചിന്ത ഇവിടെ ഉണ്ട്. അതുണ്ടാകുന്ന അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ ലക്ഷദ്വീപിലെ ടൂറിസം വളരട്ടെ, അവിടെ വികസനം വരട്ടെ, മാലിദ്വീപിന് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ നമുക്കും പറ്റില്ലേ എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വാലിഡായൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി വികസനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാവും, അവിടെ ഇപ്പോൾ ആളുകൾ ഒഴിപ്പിക്കുന്ന എന്താണെന്ന് അറിയോ? റോഡ് വീതി കൂട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ലക്ഷദ്വീപിൽ വ്യാപകമായി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്, അവിടെ ധാരാളം താമസിച്ചിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ കുഞ്ഞു റോഡുകളാണ്, കുഞ്ഞു വാഹനങ്ങൾ, കുറച്ച് വാഹനങ്ങൾ. ഇന്ത്യയിലെ വെഹിക്കിൾ ഓക്യുപ്പൻസി റേറ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്നൊരു സ്ഥലമാണെന്ന് അറിയണം. 0.01% അവിടുത്തെ വെഹിക്കിൾ ഓക്യുപ്പൻസി റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും താഴെയുള്ള. അവിടെയാണ് മനുഷ്യർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തടുത്ത് 0.1% വെഹിക്കിൾ ഓക്യുപ്പൻസി ഉള്ള ഒരു സ്ഥലത്താണ് റോഡുകൾ വീതി കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇടിച്ചു നിരത്തലെല്ലാം നടത്തിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ റോഡുകൾ? അപ്പോൾ പറയുന്നത്, ഈ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചാൽ അദാനി വരുന്നു, അദാനിയുടെ വലിയ പ്രോജക്റ്റുകൾ വരുന്നു, വേറെയും ചില ആളുകളുടെ പ്രിയപ്പെട്ട ആളുകളുടെ വലിയ പ്രോജക്റ്റുകൾ വരുന്നു, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ആക്ഷേപം വരുന്നുണ്ട്. ലക്ഷദ്വീപിൽ 36,000 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ
ഏറ്റവും പ്രാഥമിക ബെനിഫിഷ്യറി ആരായിരിക്കണം? ലക്ഷദ്വീപുകാരായിരിക്കണം. ആ മനുഷ്യരുടെ ജീവിതവും കിടപ്പാടവും വീടും തകർത്ത് എന്തിനാണ് വികസനം കൊണ്ടുവരുന്നത്? വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ അവർക്ക് ആവശ്യമായ ബദൽ സംവിധാനങ്ങൾ ഒരുക്കി അവരുടെ ജീവിത നിലവാരം ഉയർത്തി നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവനോപാധികൾ പുനഃസ്ഥാപിച്ചത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതിലുള്ള സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, ഇപ്പോൾ വരാൻ പോകണമാണ് ഈ നോട്ടീസ്. ഇത് ഇത്രയും വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മെയിൻലാൻഡിലുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അവിടുത്തെ ആളുകൾ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ മെയിൻലാൻഡിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംയുക്ത പ്രതിനിധി സംഘം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി സംഘം ലക്ഷദ്വീപ് സന്ദർശിക്കണം. അവിടുത്തെ ജനങ്ങളെ കേൾക്കണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ശബ്ദമില്ലാത്ത മനുഷ്യരാണ്, സാധുക്കളായ മനുഷ്യരാണ് നിഷാദ് അവർ. അവർക്ക് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ കളികൾ, എങ്ങനെ ഇത്തരം സംഗതികൾ എങ്ങനെ എൻഗേജ് ചെയ്യാം, എങ്ങനെ നിയമ പോരാട്ടം നടത്താം, ഈ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നേ. അവർ കൃഷിയും ചിലർ ജോലികളുമായിട്ട്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലികൾ, ചെറിയ ചെറിയ ടൂറിസം, ഇതൊക്കെയായിട്ട് സമാധാനപൂർവ്വം ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്, സാധുക്കളായ മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിന് മേലാണ് ഈ വൃത്തികെട്ട സംഘം പോയിട്ട് തീ വാരിയിടുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിൻലാൻഡിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ, പൊതുപ്രവർത്തകർ ഉത്തരവാദിത്തമാണ് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അവിടത്തേക്കൊരു രാഹുൽ ഗാന്ധിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു സംയുക്ത സംഘം അവിടെ സന്ദർശിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, എന്നാലും ലക്ഷദ്വീപ് ആ നിലയ്ക്കുള്ള വലിയ അതിജീവന പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അതിനെ കൂടുതൽ ശക്തമായി ഏറ്റെടുക്കാനുള്ള ബാധ്യത ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്കുണ്ട് എന്നാണ്.